ഈ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കണമെന്നുള്ളൊരാവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ പ്രാബല്യത്തിലെത്തിയില്ല എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു വർഗീയത പറയുകയല്ല. കാരണം ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ശബരിമല എപ്പോഴും ഒരു മതേതര സ്വഭാവം വെച്ച് പുലർത്തുന്ന ആരാധനാലയം കൂടിയാണ്. എന്നിട്ടുമാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഈ ഭയപ്പെടാതെ കുറച്ചും കൂടി പിന്നിലേക്കൊന്ന് പോവാം. 50 തീവച്ച് നശിപ്പിച്ചു. ആ സമയത്ത് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് EMS പറഞ്ഞു ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നു. കേശവനായർ റിപ്പോർട്ട്, അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട്. ജനങ്ങൾ വോട്ട് കൊടുത്തു. ഹിന്ദു എന്ന് പറഞ്ഞാൽ വിഡ്ഢി. വോട്ട് കൊടുത്ത് EMS അധികാരത്തിൽ വന്നു. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല. ഇതിന് മുമ്പ് തന്നെ മറ്റൊരു ഭാഗമായിട്ട് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചു. മന്നത്താചാര്യനും എല്ലാം കൂടി ചേർന്നിട്ട് അത് തകർത്തതാരായിരുന്നു? അതിൽ നെഹ്റു ഡയറക്റ്റായിട്ട് ഇടപെടുകയാണ് ചെയ്തത് തകർക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിട്ട് നിലയ്ക്കൽ പ്രശ്നം വന്നു. എല്ലാ സമുദായ സംഘടനകളും ഒരുമിച്ച് കൂടി. NSS, SNDP, പട്ടികജാതി വിഭാഗം, ഇങ്ങനത്തെ എല്ലാവരും സമരം മൂർച്ഛിച്ചു. ഞാൻ ഓർക്കുന്നു, ഗുരുവായൂരിൽ വെച്ച് 1-ാം തീയതി മലയാളം 1-ന് കരുണാകരനെ തടയാൻ നിശ്ചയിച്ചു. മുഖ്യമന്ത്രി കരുണാകരനാണ്. തലേ ദിവസം വരെ എല്ലാ സംഘടനകളും ഒരുമിച്ച് വരും എന്നുള്ള ഉദ്ദേശത്തോടെ, അപ്പോഴേക്ക് നമ്മുടെ എറണാകുളത്ത് വിശാലന്തു സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുത്തു. ഇങ്ങനെ കഴിഞ്ഞിട്ടാണ്. തലേ ദിവസം കേട്ട വാർത്ത എന്തായിരുന്നു? അതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞിരിക്കുന്നു എന്ന് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പ്രഖ്യാപിച്ചു. അറിയാമല്ലോ സംഭവം. ഇത് പലർക്കും പറയാൻ ഭയമായിരിക്കും, പക്ഷെ എനിക്കതിൽ പറയാനുള്ള ഭയമല്ല. ആകെ ഞെട്ടിവിറച്ചു ഇതിൻ്റെ സംഘാടകർ. പക്ഷേ അന്നത്തെ ഹിന്ദു സംഘടനകളുടെ നേതൃത്വം, സമുദായ സംഘടനയല്ല, തീരുമാനിച്ചതുപോലെ നടക്കും. കരുണാകരൻ രാവിലെ ഗുരുവായൂർ വന്നു തടഞ്ഞു. സ്ത്രീകളാണ് തടഞ്ഞത്, വനിതകൾ. ഈ സമയം കൊണ്ട് ഹിന്ദു സംഘടനകൾ അങ്ങനത്തെ ഒരു വലിയ മാനസിക ശക്തി ശേഖരിച്ചിരുന്നു. അതുകൊണ്ടാണ് തടയാൻ സാധിച്ചത്. കരുണാകരൻ ചിന്ത പരാജയപ്പെട്ടു, ബാക്കിയുള്ളവരും പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത് മാത്രമല്ല, ഇതേപോലത്തെ ഓരോ സമയത്തും ഹിന്ദുക്കൾ സംഘടിച്ച് മുന്നോട്ട് വരുന്നു, ഒന്നിച്ച് ചേരുന്നു കാണുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട്, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള പറഞ്ഞു, അദ്ദേഹം പിന്നെ എവിടേക്ക് പോയി, പിന്നെ അതിൻ്റെ സ്ഥിതി എന്തായിരുന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പം ഈ വിധത്തിൽ ഹിന്ദുക്കളെ സംഘടിച്ചൊരുമിച്ച് വരുന്ന സമയത്ത് അതിനെ തകർക്കാൻ വേണ്ടി പ്രമുഖമായുള്ള സമുദായ സംഘടനകളെ വിലക്കിയെടുക്കും. പറഞ്ഞ തെറ്റൊന്നും ഉണ്ടാവില്ല. വിലക്കിയെടുക്കുന്നൊരു രീതി അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും കേരളത്തിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തെറ്റുണ്ടെങ്കിൽ ആൾക്കാർ പറയട്ടെ, ആൾക്കാരുടെ മുമ്പിൽ നമ്മളിത് ഇടാം, പറയട്ടെ. ഇതല്ലേ സ്ഥിതി. ഇതാണ് ഇന്ന് പ്രധാനമായിട്ടും നടക്കുന്നത്. പക്ഷേ ഒരു വെളിച്ചം വരുന്നു. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. വർഗീയത പറയുന്നതല്ല എന്ന് പറയുന്നത് ശബരിമലയുടെ കാര്യത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ ബിസിനസ്സിൻ്റെ സ്ഥിതി ഇന്ന് എന്താ? ഹിന്ദുവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി ഇന്ന് എന്താണ്? ഹിന്ദുവിൻ്റെ സ്ഥലങ്ങളുടെ സ്ഥിതി ഇന്ന് എന്താണ്? സ്ഥലങ്ങൾ മുഴുവൻ കയ്യൊഴിഞ്ഞ് പോയില്ലേ പല ഭാഗത്തുനിന്നും? ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങളുടെ സ്ഥിതി, ബാക്കിയുള്ളത് ശബരിമല കഴിച്ചാലും ശരി, ബാക്കിയുള്ളത് സ്ഥിതി എന്താണ്? ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും ഹിന്ദു പിന്തള്ളപ്പെടുന്നു എല്ലാ ഭാഗത്തും. കാരണക്കാർ മറ്റാരുമല്ല, ഹിന്ദുക്കൾ തന്നെയാണ്. അവിടെയാണ് അതിൻ്റെ സത്യം.
ഹിന്ദു നാമധാരികളാണല്ലോ ഭരിക്കുന്നവരിൽ ഏറെയും. ഇപ്പോൾ അടുത്ത 4-5 മാസം കഴിയുമ്പം പറയാൻ പറ്റൂല. ഭരിക്കുന്നവരിൽ ഹിന്ദു നാമധാരികളാണ് ഭൂരിപക്ഷം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പറയാൻ പറ്റും, എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിശ്ചയമായിട്ടും പറയാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചില പ്രത്യേക മാസങ്ങളിൽ തീരദേശത്തെ ഹിന്ദുവിന് കടലിൽ പോയിട്ട് വന്ന ഒരു ചായ കുടിക്കാൻ, കടലിൽ പോകാൻ പറയാൻ അവർ നേരിട്ടുള്ളൂ, കടലിൽ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വന്ന് പുറത്ത് വന്നിട്ട് ചായ കുടിക്കണമെങ്കിൽ ചായക്കട വേണ്ടേ? ചായ കിട്ടുന്ന സ്ഥലങ്ങളില്ലല്ലോ, ഭക്ഷണം കിട്ടുന്ന വാങ്ങിക്കാനുള്ള കടകളില്ലല്ലോ. അപ്പം ഈ വിധത്തിൽ വെള്ളം പോലും കിട്ടാതാക്കുന്ന ഒരു രീതി. ആരോ പറഞ്ഞല്ലോ, മലപ്പുറത്ത് പോയപ്പോൾ പറഞ്ഞ വെള്ളാപ്പള്ളിയാണ് വെള്ളം കിട്ടില്ല എന്നുള്ളത്. വെള്ളാപ്പള്ളി തന്നെ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റി പറയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പം ആ വിധത്തിൽ ഉള്ളൊരവസ്ഥ നിലനിൽക്കുകയാണ്. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. മനം മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ പോയി അവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നിർത്തണം ആദ്യം, എല്ലാ രാഷ്ട്രീയക്കാരും. എൻ്റെ അഭിപ്രായം അതാ. ഓരോ സമുദായത്തിൻ്റെ ഉള്ളിലും, സമുദായം പെട്ടെന്നില്ല എന്നും പറയാൻ സാധ്യമല്ല, സമുദായത്തിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടുത്തെ സാധാരണക്കാരുടെ കടന്നു ചെല്ലണം. ഹിന്ദു സമൂഹത്തിൻ്റെ നേതൃത്വം കടന്നു ചെന്നിട്ട് അവരെയാണ് കയ്യിലെടുക്കേണ്ടത്. നേതാക്കന്മാരെ ഓരോ സമയത്തും ഒരുമിച്ച് കൂടും, അത് കഴിഞ്ഞ് കുറച്ചെന്തെങ്കിലും എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിന്നാലെ പോകും. ഈ സ്ഥിതിയാണ് അവർക്കുള്ളത്. ഹിന്ദു ഉണ്ടെങ്കിൽ ഈ സമുദായങ്ങൾ നിലനിൽക്കൂ എന്നുള്ളത് ഇവർ ചിന്തിക്കണ്ടേ? ഓരോരുത്തർ വിലക്കെടുത്ത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഹിന്ദുത്തിൻ്റെ ശക്തി ഇല്ലാതാക്കണം എന്നാണ്. അവർ വിജയിക്കും. നേരെ മറിച്ച് ഈ സമുദായനാക്കാണ്ട് പോടാ, ഞങ്ങൾക്ക് ഹിന്ദുവാണ് വേണ്ടതെന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് അവരുടെ വേദനകൾ നമ്മൾ ഏറ്റെടുക്കണം, അവരുടെ യാതനകൾ ഏറ്റെടുക്കണം, അവർക്ക് മക്കൾ വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം, അവരുടെ വീടുകൾ നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇതിനെല്ലാം അവർക്ക് പഠനം ആവശ്യമാണ്. ഈ മാനസികാവസ്ഥയിലേക്ക് ഹിന്ദുക്കൾ എത്തിച്ചെങ്കിൽ മാത്രമേ ഇതിന് മോചനം ഉണ്ടാവുള്ളൂ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സ്ഥിതി. അല്ലെങ്കിൽ നമ്മളെ സൂര്യോദയം ആയിരിക്കില്ല, ചന്ദ്രനായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. ഇത് സൂര്യനെ തന്നെ കാണാനുള്ള ചില മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്യാസിമാരുടെ വലിയൊരു യാത്ര വന്നു. കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരം എത്തുന്നത് വരെ ഇന്ന് വരെ കേരളത്തിലെ സന്യാസിമാർ ഒരുമിച്ചിരുന്നോ? ഇല്ല. പക്ഷേ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാർ ഒരുമിച്ച് വന്നു. അവരുടെ ഭിന്നതയുണ്ടായില്ല. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തു. എന്നെ മുന്നിൽ നിർത്താത്തത് എന്ത് എന്നുള്ള ഒരു സ്ഥലത്തുനിന്നും ചോദ്യം ഉണ്ടായില്ല. നമ്മൾ അന്വേഷിച്ച സമയത്ത് ഒരു നേതാവിൻ്റെ കീഴിൽ, ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ എല്ലാ സന്യാസിമാരും ഒരുമിച്ച് വന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായുള്ള ഹിന്ദു ആളുകളെയും ഹിന്ദു സംഘടനാ ആൾക്കാരെയും ഒക്കെ അവരോരോ സ്ഥലത്തും ഹിന്ദു നേതൃത്വങ്ങൾ കൂടി വൈകുന്നേരം പൊതുയോഗങ്ങൾ വെച്ചു. ഇതിലെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത് വലിയൊരു പുരോഗതി ഉണ്ടായി, വലിയൊരു ശക്തി, ഹിന്ദുവിന് ആത്മവിശ്വാസം കിട്ടുന്നതക്കനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സന്യാസിമാർക്ക് സാധിച്ചു. അപ്പോൾ സന്യാസിമാരെ സ്വീകരിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറാവുന്നു. ഇതാണ് ആവശ്യം. നേതൃത്വം കൊടുക്കാൻ ആരുണ്ട് ചോദിച്ചാൽ സന്യാസി സമൂഹമുണ്ട്. ഒരു സമയം ചേങ്കോട്ടുകുണം സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്നു. ധൈര്യസമേതം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ സന്യാസിരാഷ്ട്രനായിരുന്നില്ലേ? ഇപ്പോഴും എല്ലാ സന്യാസിമാരും തയ്യാറാവുന്നു. ഇതെല്ലാം ഒരു വലിയ സൂര്യോദയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം വിജയിക്കും എന്നുള്ളത് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ശബരിമലയുടെ സംരക്ഷണത്തിന് ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അതെ, അതിനൊക്കെ എല്ലാറ്റിനും ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് വരണം. അതിൽ ഹൈന്ദവ സംഘടനകൾ വേണം. സമുദായ സംഘടനകളെ ആശ്രയിച്ചുകൊണ്ടല്ല പോകേണ്ടതെന്നുള്ളത് വിശ്വസിക്കുകയാണ്. ഈ സന്യാസിയുടെ കാര്യം പറഞ്ഞ സമയത്ത്
അതിൽ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അവരുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾ യോജിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നേതൃത്വം കൊടുക്കുന്ന സന്യാസിമാരായിരിക്കണം. യോജിച്ചു വരേണ്ടത് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആൾക്കാരാണ്. യഥാ സമുദായ അംഗങ്ങളായിരിക്കണം. സമുദായ നേതാക്കന്മാരല്ല, സമുദായ അംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.